ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട്. സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളതൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ ബെൽറ്റാണ്. ബെൽറ്റ് നമുക്കൊരു മാറ്റാറായില്ല കേട്ടോ. കേട്ടോ ബെൽറ്റാണ്. ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയർ അങ്ങോട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് നമുക്കത് മാറ്റണം. അതുപോലെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് അതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റണം. ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗും മാറ്റണം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ടിങ് കിട്ടുമ്പോൾ വണ്ടി ഓഫായി റണ്ണിങ്ങിന് ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നു. അപ്പോൾ നമ്മളതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഫുള്ളായിട്ട് നമുക്ക് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഈ ഒരു സ്ലോ ജെറ്റ്, ഈ ഒരു ജെറ്റ് നമുക്ക് മാറ്റണം. ഇത് ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. ഈ സ്ലോ ജെറ്റൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റൊക്കെ കാണിക്കുമ്പോൾ നമുക്കിട്ട് വലിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു യൂണിറ്റാണ്. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റണം. പിന്നെ അതിൻ്റെ ഫ്യൂലിൻ്റെ ടാപ്പ്, ഈ കാണുന്ന ഫ്യൂലിൻ്റെ ടാപ്പ്. ഈ സ്കൂട്ടർ വണ്ടികൾക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമുക്ക് പെട്രോൾ ഇറങ്ങാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഇതിൽ ഡയറക്റ്റ് വണ്ടി പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്യൂലിൻ്റെ ടാപ്പും നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള്, ഈ ഒരു കേബിള് നമുക്കൊരു മാറ്റമുണ്ടാവും. ഇത്രയും ലെങ്ത്ത് വരും ഈ കേബിളിൻ്റെ. ഇത് ഔട്ടർ വലിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോമ്പി ബ്രേക്കിൻ്റെ ഈ ഒരു ബ്രേക്ക് കേബിൾ മാറണം. അതുപോലെ ഈ ഷോക്കപ്പിൻ്റെ ബുഷ് അതുണ്ട്. ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആണ്. അപ്പോൾ ആ ഷോക്കപ്പിൻ്റെ ബുഷൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. നമ്മളിതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്ക് കാണാം. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.71 ലെവലിൽ വോൾട്ട് കാണിക്കുന്നത്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കുന്നത്. ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ടുണ്ട്. എൻജിൻ ഓയിലും മാറ്റണം. പിന്നെ വേറെ അങ്ങനെ പറയത്തക്ക വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ബാക്ക് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് വീൽ അയക്കാത്തത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ബാക്ക് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് എല്ലാം കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കേബിൾ മാറ്റി കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ നമുക്ക് വർക്കിംഗ് ആകാം. പിന്നെ ഈ വൈസറൊക്കെ ഇവിടെയൊക്കെ സ്ക്രൂ ഫുള്ളായിട്ട് പൊട്ടിയിട്ട് ഇവിടെയൊക്കെ സ്ക്രൂ ചെയ്തിരിക്കണം. അത് തൽക്കാലം വലിയ പിടപ്പില്ലാത്ത രീതിയിൽ ഏതായാലും നമുക്കിപ്പോൾ ഈ ഭാഗം അഴിക്കണം. വലിയ പിടപ്പില്ലാത്ത രീതിയിൽ റീസെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ.